കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. സോ ഇഗ്നു മുൻകാല അൾട്ടിമേറ്റ് ചോദ്യപേപ്പർ അനാലിസിസ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് BAPAG 173 UGയുടെ എലക്ടീവ് പേപ്പർ ആയിട്ടുള്ള ഗവർണൻസിന്റെ പേപ്പറാണ്. സോ ഇന്നത്തെ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇഗ്നുവിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻസ് അടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഡേറ്റ ഇൻഫോംഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്ക് വേണം എന്നുള്ളതും, അതേപോലെ തന്നെ നമ്മൾ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് അനലൈസ് ചെയ്യണം. ഏതൊക്കെയാണ് കീ ആയിട്ടുള്ള വരുന്ന ട്രെൻഡ്സ്, എക്സാമിനേഷന് വരുന്ന ട്രെൻഡ്സ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. റെക്കറിംഗ് ആയിട്ട് ചോദിക്കുന്ന പാറ്റേൺസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ള ടോപ്പിക്സുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് ടൈം എഫിഷ്യന്റ് ആയിട്ട് ടൈം ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു രീതിയിൽ നല്ലൊരു ഇമ്പാക്ട് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് ടൈം മാനേജ് ചെയ്ത് എഴുതാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ നമ്മൾ ടോപ്പിക്കുകൾ സെലക്റ്റീവ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈം മാനേജ് ചെയ്ത് എഴുതാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന ഇഗ്നു ഫോക്കസ് 4.0 എന്ന് പറഞ്ഞിട്ടുള്ള BAPAGയുടെ 173 എന്ന് പറഞ്ഞിട്ടുള്ള ഈ പേപ്പർ ആയിട്ടുള്ള ഗവർണൻസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ആദ്യം വരുന്നതെന്ന് പറയുന്നത് ഡോക്യുമെന്റ് റോഡ് മാപ്പ് ആണ്. നമ്മൾ ഈ ഡോക്യുമെന്റ് റോഡ് മാപ്പിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. സിലബസ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ BAPAG 173യുടെ സിലബസ് ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആയിട്ടുള്ള അനാലിസിസിലൂടെ നമ്മൾ പോകുന്നുണ്ട്. സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എക്സാമിനേഷൻ വരുന്ന റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സാമിനേഷൻ പാറ്റേൺ അനാലിസിസ് എന്നൊരു സെക്ഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു സെക്ഷനിലൂടെ ഫോർമാറ്റ് അനലൈസ് ചെയ്യുന്നുണ്ട്. മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. റീസെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിന് വരുന്ന ഷിഫ്റ്റുകൾ എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ നമ്മൾ വരുന്നുണ്ട്. അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഫ്രീക്വന്റ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിനകത്ത് വരുന്ന റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വേർഡ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ പാറ്റേൺസ് എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പോപ്പുലർ തീമുകൾ നമ്മൾ പഠിച്ചിട്ട് പോകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് ഗെയിൻ ചെയ്യാനും എക്സാമിനേഷൻ നമുക്ക് നല്ലൊരു എഫേർട്ട് കൊടുത്ത് എഴുതാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കും. അതേപോലെ തന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു സെക്ഷൻ ചെയ്യുന്നുണ്ട്. ആ ഒരു സെക്ഷനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിക്കലായിട്ട് വരുന്ന ട്രെൻഡ്സ് എന്താണ്, എത്രയൊക്കെ വെയിറ്റേജ് ഏതൊക്കെ ടോപ്പിക്കിന് നമ്മൾ കൊടുക്കണം, ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷൻസ് വരാൻ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്സുകൾ ഏതാണ് എന്നുള്ളത് ഇഗ്നു ലേൺ വൈസ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് നമ്മുടെ ഒരു ടീം എഫേർട്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇതുപോലുള്ള സെക്ഷൻസ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഇഗ്നു ഫോക്കസ് 3.0 എന്നൊക്കെ പറഞ്ഞ് 2.0 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സെക്ഷനിലൂടെ വളരെ എഫക്റ്റീവ് ആയിട്ട് പോയിട്ടുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ പറയുന്ന 4.0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇഗ്നു ഫോക്കസിന്റെ ഈ ഒരു സെക്ഷനിലൂടെ നമ്മൾ ആ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. അതേപോലെ തന്നെ മോക്ക് പ്രെഡിക്റ്റീവ് പേപ്പേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ആക്ച്വൽ എക്സാം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സാമിനേഷൻ ടൈം സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഗൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ മെന്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് രീതിയിൽ ഒരു പ്രാക്ടീസ് പേപ്പർ എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു പ്രെഡിക്റ്റീവ് പേപ്പറിനെ കാണുന്നത്. അതേപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ആൻഡ് മാർക്കിംഗ് സ്കീം ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻസിന്റെ ഹൈ സ്കോറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കണം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു മോഡൽ പേപ്പേഴ്സ് നിങ്ങൾക്ക് തന്നെ തരുന്നുണ്ട്. ഇനി മെത്തഡോളജി കോളൗട്ടിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇയേഴ്സ് ആയിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷൻസിന് വന്നിട്ടുള്ള പേപ്പേഴ്സ് നമ്മൾ എടുത്തിട്ട് അതിന്റെ ഫ്രീക്വൻസി വെയിറ്റേജ്, അതായത് ഹെവിലി റെക്കറിംഗ് ടോപ്പിക്സുകൾ നോക്കുന്നുണ്ട്, വെയിറ്റേജ് വരുന്ന ബ്ലോക്കുകൾ നോക്കുന്നുണ്ട്, യൂണിറ്റുകൾ നോക്കുന്നുണ്ട്, ഏതൊക്കെ ക്വസ്റ്റ്യൻസിനാണ് വെയിറ്റേജ് വരുന്നത് എന്നുള്ളത് നോക്കുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഈ പറയുന്ന BPAGയുടെ 173യുടെ സിലബസിന്റെ ഹോൾ ഒരു കവറിംഗ് ആണ് നമ്മൾ ഈ പറയുന്ന ഒരു സെക്ഷനിലൂടെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സിലബസ് മാപ്പിംഗിലോട്ട് പോവാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റെലവൻസ് നോക്കുന്ന സമയത്ത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു സിലബസ് അനാലിസിസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇതിനകത്ത് ബ്ലോക്ക് 1 വന്നിട്ട് യൂണിറ്റ് 1 വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ICT, അതായത് ICTയുടെ ഇൻട്രൊഡക്ഷൻ, എമർജൻസി, ആപ്ലിക്കേഷൻസ്, ഇൻഫർമേഷൻ സിസ്റ്റംസ്. ആ ഒരു ക്വസ്റ്റിന്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ 8 തവണ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്.
അതിനകത്തുള്ള ഹൈ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പൊ മൊത്തം ഈ പറയുന്നതായിട്ടുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള 4 ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ്. സെക്കൻഡ് ടോപ്പിക് വന്നിട്ട് ഇ ഗവേണൻസിന്റെ കോൺസെപ്റ്റ്, മോഡൽസ്, സിഗ്നിഫിക്കൻസ്. അതായത് നമ്മൾ പഠിക്കുന്ന ഇ ഗവേണൻസ് ആണ്. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് അറിയണം, മോഡൽ അറിയണം, ഇ ഗവേണൻസിന്റെ സിഗ്നിഫിക്കൻസ് അറിയണം. അപ്പൊ വളരെ റെക്കറിംഗ് ആയിട്ട് വന്നിട്ടുള്ളത് 13 തവണ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന് ഫ്രീക്വൻസി എത്രത്തോളം ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ലീഗൽ പോളിസി ആൻഡ് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ള RTI ആക്ടിന്റെ, അതേപോലെ തന്നെ NEGPയുടെ പോളിസീസുകൾ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത് 11 തവണ ചോദിച്ചിട്ടുള്ള ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ICT ഇൻ അഡ്മിനിസ്ട്രേഷൻ സർവീസ് ആൻഡ് ഡെലിവറി ഒരു 10 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഹൈലി റെക്കറിംഗ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണത്. അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ ആൻഡ് ICTയുടെ റിഫോർമേഷൻസ് വരുന്നുണ്ട്. ഒരു മീഡിയം ടൈമിൽ റെക്കറിംഗ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ICT ഇൻ റൂറൽ ഡെവലപ്മെന്റ്, അഗ്രികൾച്ചർ ആൻഡ് എംപവർമെന്റ് എന്ന് പറഞ്ഞിട്ട് 11 തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ICT ഇൻ ഗവേണൻസ്, അനാലിസിസ്, ചലഞ്ചസ് ആൻഡ് കേസസ് എന്ന് പറഞ്ഞിട്ട് ഒരു 6 തവണ ചോദിച്ചിട്ടുള്ള മീഡിയം റെക്കറിംഗിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇ ലേണിംഗ്, ഡിജിറ്റൽ ആൻഡ് ലൈബ്രറീസ് ആൻഡ് പോർട്ട്ഫോളിയോസ്, അതൊരു മീഡിയം ടൈമിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്കറിയാം ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഇ ലേണിംഗ് പ്ലാറ്റ്ഫോംസുകളാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ആ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത്. ഇനി ഈ കൊമേഴ്സ് ആൻഡ് പേയ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ ICT ഇൻ ഹെൽത്ത് കെയർ, ഇൻഫർമാറ്റിക്സ് ആൻഡ് ടെലി മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് വരുന്നുണ്ട്. മീഡിയം ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് GIS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് വരുന്നുണ്ട്. അതൊരു മീഡിയം ലെവലിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അതേപോലെ തന്നെ ICTയുടെ ഇംപ്ലിമെന്റേഷൻ, ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് എന്ന് പറഞ്ഞിട്ട് 7 തവണ ചോദിച്ചിട്ടുള്ള മീഡിയം റെക്കറിംഗിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ റെക്കറൻസ് കൗണ്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന റെക്കറിംഗ് ടോപ്പിക്സ് എന്ന് പറയുന്നത് ജൂൺ ആൻഡ് ഡിസംബർ 2021 മുതൽ 2024 പേപ്പേഴ്സിന്റെ, അതായത് റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള 2021 മുതൽ 2024 വരെയുള്ള ടോപ്പിക്കിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ കൊടുത്തിട്ട് ഈ ടോപ്പിക്സുകൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആ ടോപ്പിക്സുകൾ, ഹൈലി സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്സുകൾ, മീഡിയം ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, ആ ലോ പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈ ആയിട്ടുള്ള മാർക്കുകൾ നിങ്ങൾക്ക് എക്സാമിന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ സ്കോറിംഗ് റൂൾസ് ആണ്. അതായത് സ്കോറിംഗ് റൂൾസ് നോക്കുമ്പോൾ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരു 10 ടൈംസ് അപ്പിയറൻസ് വന്നിട്ടുണ്ട് എങ്കിൽ അത് ഹൈലി റെക്കഗ്നിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നമ്മളിപ്പോൾ കണ്ടു 13 വരുന്നുണ്ട്, 12 വരുന്നുണ്ട്, 11 വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പോലെയുള്ള അപ്പിയറൻസ് നമ്മൾ നോക്കുമ്പോൾ ഹൈലി റെലവെന്റ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ മീഡിയം റെലവൻസ് എന്ന് പറഞ്ഞാൽ ഒരു 5 മുതൽ 9 തവണ വരെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ അതൊരു മീഡിയം റെലവൻസിൽ നിൽക്കുന്ന ടോപ്പിക്കാണ്. 5 താഴെയാണ് വരുന്നത് അതിന്റെ അപ്പിയറൻസ് എങ്കിൽ അത് ലോ റെലവൻറ്റിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഇനി ബാർ ചാർട്ട് ഉണ്ട്. ബാർ ചാർട്ടിൽ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് നോക്കുകയാണ്. 2021 മുതൽ 2024 വരെ ഉള്ളതിന്റെ ഒരു ക്വസ്റ്റ്യൻ വൈ ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുന്ന സമയത്ത് Y ആക്സിസിൽ കൊടുത്തിട്ടുള്ള എന്ന് പറയുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് Y ആക്സിസിലും X ആക്സിസിലും നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് വൈസ് ബ്ലോക്കിന്റെ നമ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിബ്യൂഷൻ ക്വസ്റ്റ്യൻ ബൈ ബ്ലോക്ക് എത്ര വർഷത്തെ ആണെന്നുള്ളത്. പാസ്റ്റ് 6 ഇയറിന്റെ അനാലിസിസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഹീറ്റ് മാപ്പ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വേഴ്സസ് യൂണിറ്റ് ബൈ ഫ്രീക്വൻസി ആണ് നോക്കുന്നത്. അപ്പൊ ലെജൻഡ് ആ ഒരു ടോപ്പിക്കിനകത്ത് വരുന്ന ഡാർക്ക് കളറിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത് ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കും, മീഡിയമിനകത്ത് വരുന്നതെന്ന് പറയുന്നത് 5 to 9 അപ്പിയറൻസ് വന്നിട്ടുള്ള ടോപ്പിക്കും, ലോ പ്രോബിലിറ്റി ആണെങ്കിൽ ലൈറ്റ് കളറിലായിരിക്കും അത് വരുന്നതെന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ 5-ന് താഴെയാണ് അതിന്റെ അപ്പിയറൻസ് വരുന്നത്. അപ്പൊ യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ വൈ ഡിസ്ട്രിബ്യൂഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ചാർട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഡാർക്ക് കളറിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്, ലൈറ്റ് കളറിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു ചാർട്ട് വഴി നിങ്ങൾക്ക് ഓരോ ബ്ലോക്കിന്റെയും ആ ഒരു ഫ്രീക്വൻസി എത്രത്തോളം ആണ് എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് സെക്ഷനിലേക്ക് നമുക്ക് പോവാം. സോ ഇത് ബേസ് ചെയ്തിട്ടുള്ള അനാലിസിസ് സെക്ഷനിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. അതായത് ടോപ്പിക്കിന്റെ ആ ഒരു ഹൈ പെർസ്പെക്റ്റീവ്സ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് ഇ ഗവേണൻസ് കോൺസെപ്റ്റ്, മോഡൽസ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞ ബ്ലോക്ക് 2-നകത്ത് വരുന്ന ഒരു ടോപ്പിക് കൺസിസ്റ്റന്റ്ലി അപ്പിയർ ചെയ്യാണ്. അതായത് ഓരോ വർഷം തോറും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ്ലി ഇത് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ മോഡൽ ക്വസ്റ്റൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ലീഗൽ പോളിസി ഫ്രെയിംവർക്ക് എടുക്കുകയാണ് RTI ആക്ടിന്റെ എടുക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ NEGPയുടെ അതും എടുക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് മനസ്സിലാവുന്നതെന്ന് പറയുന്നത് ബ്ലോക്ക് 3-ൽ വരുന്ന ടോപ്പിക്കാണ്. അതായത് ഇതിന് കൂടുതലും എന്റെ റെലവൻസ്, പോളിസി ഫോക്കൻസ്, ഗവർണൻസിനായിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അതേപോലെ തന്നെ ICT ഇൻ റൂറൽ ഡെവലപ്മെന്റ്, അഡ്മിനിസ്ട്രേഷൻ, സർവീസ് ആൻഡ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്കിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ബ്ലോക്ക് 1, ബ്ലോക്ക് 4, ബ്ലോക്ക് 6-നകത്ത് വരുന്നുണ്ട്. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്, ആപ്ലിക്കബിൾ ബേസ്ഡ് ക്വസ്റ്റൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ തിയറിയും അത് റിയൽ വേൾഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ തിയറിയും അറിയണം, അതിനെ എങ്ങനെ റിയൽ വേൾഡിൽ അപ്ലൈ ചെയ്യണം എന്നുള്ളത് അറിയണം. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്, ആ ഒരു ഫോമാറ്റ് ആണ് ഇതിനകത്ത് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഫ്രീക്വൻസി, കോൺസെപ്റ്റുവൽ ആയിട്ടുള്ള ഡെപ്തുകൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമുക്ക് എക്സാമിനേഷൻ സെക്ഷൻസ് നോക്കിയിട്ടാണ് ഇതിന്റെ ഫ്രീക്വൻസി നമ്മൾ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ എക്സാമിന്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ?
ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്തത് കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അതിനകത്ത് നമ്മൾ ഓട്ടോമാറ്റിക് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറിയാണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്പ് ഡിസ്കവറി എന്ന് പറയുന്നത് എസ്സേ ടൈപ്പ് ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്തരത്തിലുള്ള എസ്സേ ടൈപ്പ് ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് അത് എഴുതേണ്ട വേർഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 350 to 500 വേർഡ്സിനുള്ളിലാണ് എഴുതേണ്ടത്. ടിപ്പിക്കലി നമുക്ക് ഇതിനകത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്കസ്, എലോബറേറ്റ്, എക്സാമിൻ ഇതുപോലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞാൽ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 200 to 250 വേർഡ്സിനകത്താണ് എഴുതേണ്ടത്. അതിനകത്ത് വരുമ്പോൾ ബ്രീഫ് ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള നമ്മൾ അതിനകത്ത് ഒരു ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷൻസ് നമ്മൾ അതിനകത്ത് കൊടുക്കും. നമ്മൾ കൂടുതലും ആ ഒരു ടോപ്പിക് എന്താണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇ ഗവേണൻസ് ആണ് എങ്കിൽ ഇ ഗവേണൻസിന് സിഗ്നിഫിക്കൻസ് ആണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇ ഗവേണൻസിന്റെ സിഗ്നിഫിക്കൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. അതാണ് ഈ പറയുന്ന ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് നോട്ട് അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതൊരു മിനി എസ്സേ പോലെയാണ്. അതൊരു 300 to 350 വേർഡ്സിനുള്ളിൽ നിർത്തേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനകത്ത് പല സബ് പാർട്സുകൾ കാണും, കോൺസെപ്റ്റിന്റെ എക്സ്പ്ലനേഷൻസ് കൊടുക്കാനായിട്ട് കാണും. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് നോട്ട് ആൻഡ് ഷോർട്ട് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നത്. ഇനി കേസ് ബേസ്ഡ് ആൻഡ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളത് നോക്കണം. സൈറ്റിംഗ് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. ചിലപ്പോൾ തിയറി ബേസ് ചെയ്തിട്ടുള്ള അപ്ലൈ ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 400 to 500 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. പിന്നെ MCQs, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് അങ്ങനെയൊന്നും ഇതുവരെയായിട്ട് BPAGയുടെ 173യുടെ പേപ്പറിനകത്ത് ചോദിച്ചിട്ടില്ല. അടുത്ത ഫോമാറ്റ് എന്ന് പറയുന്നത് എസ്സേ ടൈപ്പ് ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണെങ്കിൽ ടിപ്പിക്കലി അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത് പറയുന്നത് 15 to 20 മാർക്സിനുള്ളിലാണ് അതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത്. അതിന്റെ വേർഡ് ലിമിറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 400 to 500 വേർഡ്സിനുള്ളിലാണ് അത് എഴുതേണ്ടത്. ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് എങ്കിൽ 5 to 8 മാർക്സിനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് പറഞ്ഞാൽ 200 to 250 വേർഡ്സിനുള്ളിലാണ്. ഇനി ഡിസ്ക്രിപ്റ്റീവ് നോട്ട് ക്വസ്റ്റൻസ് വരികയാണെങ്കിൽ അതെന്ന് പറയുന്നത് 8 to 10 മാർക്സിനുള്ളിലാണ് വരുന്നത്. അത് 300 to 350 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇനി ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് അത് 12 to 15 ആണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത്. അത് 400 to 500 വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ഫോമാറ്റ് ഡിസ്ക്രിപ്ഷൻ ആണ്. അതിനകത്ത് നോക്കുന്ന സമയത്ത് എസ് ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്ന സമയത്ത് ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള അനാലിസിസ് എന്താണെന്നുള്ളത് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ ഇന്റഗ്രേഷൻ ഓഫ് തിയറി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എഴുതണം. എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് എഴുതണം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ കൊടുക്കണം. കാരണം ഇതൊരു 15 to 20 മാർക്സ് ആണ്. ഒരു ഹയർ ആയിട്ടുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ആൻസറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് വേർഡ് ലിമിറ്റ് നമ്മൾ നോക്കണം. 400 to 500 വേർഡ്സിനുള്ളിലാണ് നിൽക്കുന്നതെന്നുള്ളത് നോക്കണം. കുറച്ചുകൂടെ ഡീപ്പ് ആയിട്ടുള്ള അനാലിസിസും അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിന് ഒരു സ്ട്രക്ചറിങ് ഉണ്ടായിരിക്കണം, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, ബോഡി ഉണ്ടായിരിക്കണം, കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റേഷൻ വേണം നമ്മൾ ഈ പറയുന്ന എസ് ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അടുത്ത ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുമ്പോൾ അവിടെ ഒരു കൺസെൻസ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യണം. അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ പ്രോസസ് എന്താണ് എന്നുള്ളത് നോക്കണം. അതേപോലെ തന്നെ ഒരു 5 to 8 മാർക്സിനാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ആൻസറിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് നോക്കണം. അതായത് ഒരു 200 to 250 വേർഡ്സിനുള്ളിൽ അത് നിൽക്കണം. അതിനകത്ത് ഇതിന് പ്രിസൈസ് ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്ലാരിറ്റി, നമ്മുടെ പോയിന്റിന് വ്യക്തമായിട്ടുള്ള ക്ലാരിറ്റിയാണ്. അതായത് എന്തെങ്കിലും എഴുതിയിട്ട് കാര്യമില്ല, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള പോയിന്റ്സ് തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി ഡിസ്ക്രിപ്റ്റീവ് നോട്ട് ആൻഡ് ഷോർട്ട് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് മാർക്ക് എത്രത്തോളം ആണ് എന്നുള്ളത് നോക്കണം. ചിലപ്പോൾ 8 to 10 മാർക്സിനായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നത്. അങ്ങനെയാണ് എങ്കിൽ 300 to 350 വേർഡ്സിനുള്ളിൽ നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കണം. അതിനകത്ത് പോലെ ഇതുപോലെ ടോപ്പിക്സുകൾ, സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള സബ് ടോപ്പിക്സുകൾ എന്താണെന്നുള്ളത് നോക്കണം. അതിന്റെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് നോട്ട് അവിടെ കൊടുക്കണം. ഇനി സെക്കൻഡ് അതിനകത്ത് വരുന്നതെന്ന് പറയുന്നത് കേസ് ബേസ്ഡ് ആൻഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റൻസ് ആണ്. കേസ് ബേസ്ഡ് ആൻഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ തിയറട്ടിക്കൽ ആയിട്ടുള്ള നോളജ്, അതായത് നമ്മൾ ഓൾറെഡി ഒരു തിയറി പഠിച്ചിട്ടുണ്ടാകും. ആ ഒരു തിയറിയുടെ ആപ്ലിക്കേഷൻ ആയിരിക്കും റിയൽ വേൾഡിൽ വരുന്ന സെനാരിയോയിൽ വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഈ ഗവേണൻസിന്റെ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റൻസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നതെന്ന് പറയുന്നത് 12 to 15 ആയിട്ട് അതിന്റെ ആ ഒരു
മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പൊ അതിനകത്ത് ഒരു ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്ന ഒരു കാറ്റഗറി തന്നെയാണ് ഈ പറയുന്ന കേസ് സ്റ്റഡി ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് തിയറി എക്സ്പ്ലെയിൻ ചെയ്യും, അതേപോലെ തന്നെ ഇവിടെ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനകത്തൊരു 400 to 500 വേർഡ്സിനുള്ളിൽ അത് നിൽക്കണം. അതിന്റെ ആപ്ലിക്കേഷൻ നോക്കണം, ലോജിക്കൽ റീസണിങ് നോക്കണം, റെലവെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റണം. ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ബൈ ബ്ലോക്ക് വൈസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ആൻഡ് യൂണിറ്റ് നമ്മൾ നോക്കുന്നുണ്ട്. അതിനകത്ത് ഒന്നാമത് വരുന്നതെന്ന് പറയുന്നത് ICT, ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ് ആണ്. അതിന്റെ ഒരു 12 അവന് ഒരു ആവറേജ് മാർക്സ് അതിനകത്ത് ചോദിച്ചിട്ടുള്ളത് 12% ആണ് അതിന്റെ ടോട്ടൽ ഷെയർ വരുന്നതെന്ന് പറയുന്നത്. ഇനി ഈ ഗവർണൻസിന്റെ കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് വരുന്നുണ്ട്, ഒരു 15% നമുക്ക് അതിനെ എക്സ്പെക്ട് ചെയ്യാം. അതേപോലെ തന്നെ ലീഗൽ പോളിസി ആൻഡ് ഫ്രെയിം വർക്ക്, അതായത് RTI, NEGP ഇതുപോലുള്ള ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 13 മാർക്സിനോളം ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. 13%ഓളം ഒരു വെയിറ്റേജ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ICT ഇൻ അഡ്മിനിസ്ട്രേഷൻ ഒരു 12 മാർക്സിനോളം ചോദിച്ചിട്ടുണ്ട്. 12%ന്റെ ഒരു ടോട്ടൽ വെയിറ്റേജ് വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ ആൻഡ് ICT റിഫോംസ് എന്ന് പറഞ്ഞാൽ 7 മാർക്കിനോളം ചോദിച്ചിട്ടുണ്ട്. അത് ഒരു 7%ഓളം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് അതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി ICT ഇൻ റൂറൽ ഡെവലപ്മെന്റ് ഒരു 11% നമുക്ക് അതിനകത്ത് കാണാനായിട്ട് വരുന്നുണ്ട്. ICT ഇൻ ഗവർണൻസ് ഒരു 6%ഓളം വരുന്നുണ്ട്. ഈ ലേണിംഗ് ഡിജിറ്റൽ ലൈബ്രറീസ് ഒരു 8%ഓളം വരുന്നുണ്ട്. ഇ കൊമേഴ്സ് ആൻഡ് പേയ്മെന്റ്സ് 9%ഓളം വരുന്നുണ്ട്. ICT ഇൻ ഹെൽത്ത് കെയർ ഒരു 7%ഓളം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു 5% വരുന്നുണ്ട്. ICTയുടെ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ചലഞ്ചസ് ഒരു 5%ഓളം ചോദിക്കുന്നുണ്ട്. ഇനി ട്രെൻഡ് വൈസ് വിഷ്വലൈസേഷൻ നോക്കുന്ന സമയത്ത് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എത്ര ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എത്രയാണ് വന്നിട്ടുള്ളത്, ഡിസ്ക്രിപ്റ്റീവ് നോട്ട് ഓഫ് ക്വസ്റ്റൻസ് എത്രയാണ് വന്നിട്ടുള്ളത്, അതിന്റെ കേസ് ബേസ്ഡ് എത്രയാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ഒരു വെയിറ്റേജ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് നോക്കുന്നത്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു പെർസെന്റേജ് ഷെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് 2021 22%-ൽ നിന്ന് 2024 ആയപ്പോഴേക്കും 31%-ഓളം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഫോക്കസ് നമുക്ക് ഇതിനകത്ത് കൊടുക്കണം. കൺസൈസ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് നമ്മൾ ആൻസർ എഴുതാനായിട്ട് നമ്മൾ പഠിക്കണം ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനകത്ത്. ഇനി നമ്മൾ രണ്ടാമത് വരുന്നതെന്ന് പറയുന്നത് എസ് ആൻഡ് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ആണ്. ഈ പറയുന്ന ക്വസ്റ്റൻസിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് നേരത്തെ 45% ആയിരുന്നതിനകത്ത് 37%-ഓളം വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഷോർട്ട് ആൻസർ ഇൻക്രീസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ലോങ് ആൻസർ അവിടെ ഡിക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ആ ഒരു ലാർജസ്റ്റ് ഷെയർ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ പറയാനായിട്ട് പറ്റില്ല. ഈ പറയുന്ന പോലെ ഈ 2024 വരുന്ന സമയത്ത് ടേം ആൻഡ് എക്സാമിനേഷൻസ് വരുന്ന ചിലപ്പോൾ വെയിറ്റേജ് കൂടാം. അപ്പോൾ ഈ പറയുന്ന പെർസെന്റേജ് സ്റ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇനി കേസ് ബേസ്ഡ് ആൻഡ് ആപ്ലിക്കേഷൻ ക്വസ്റ്റൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് അത് സ്ലൈറ്റ്ലി അതിന്റെ ഒരു വേരിയേഷൻസ് വരുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ക്വസ്റ്റൻസിനകത്ത്. ഇനി പ്രിപ്പറേഷൻ ടിപ്പ് ആൻഡ് സ്ട്രാറ്റജി ഫോർ ദ ടൈം മാനേജ്മെന്റ് നോക്കുമ്പോൾ ഇതൊരു 3 hour വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് BPAGയുടെ ഇ ഗവേണൻസിന്റെ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ 100 മാർക്കിനാണ് ഈ ക്വസ്റ്റൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് അബൌട്ട് അതായത് ഒരു ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 65 to 70 മിനിറ്റ്സ് നമുക്ക് ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എഴുതാനായിട്ട് 45 to 50 മിനിറ്റ്സോളം നമ്മുടെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റൻസ് എഴുതാനായിട്ട് 25 to 30 മിനിറ്റ്സോളം ഉണ്ട്. അതേപോലെ തന്നെ 25 to 30 മിനിറ്റ്സോളം നമുക്ക് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് എഴുതാനായിട്ട് എടുക്കാം. ഓൾവേസ് 10 മിനിറ്റ്സ് എന്ന് പറയുന്ന ഒരു റിവ്യൂവിനായിട്ട് വെച്ചിരിക്കുക. അതായത് നമ്മൾ ക്വസ്റ്റൻസ് ഒക്കെ എഴുതി തീർന്നിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എഴുതിയിട്ടുണ്ടോ, മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ, സൈഡ് ഹെഡിങ്സ് കൊടുത്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ളത് നോക്കാനായിട്ട് ഒരു 10 മിനിറ്റ്സ് നമുക്ക് ഇതിനായിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യണം. 2 തവണയെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ റീഡ് ചെയ്യണം. ഹൈ വെയിറ്റേജ് ആയിട്ടുള്ള എസ്സേസ് വരുന്നുണ്ട്, അതിനെ നെഗ്ലക്ട് ചെയ്യരുത്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനകത്ത് വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള ആൻസർ വേണം അവിടെ പ്രൊവൈഡ് ചെയ്യണം. അവിടെ ഒരു ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് അല്ല ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുള്ള കൺസൈസ് ആയിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ആൻസേഴ്സ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക്സ് വൈസ് നോക്കുമ്പോൾ 10 റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചോദിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റൻസ് വന്നാൽ ഡിസ്കസ് ദ കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇ ഗവർണൻസ്. അതിന്റെ അപ്പിയറൻസ് കൗണ്ട് വരുന്ന 7 തവണ ചോദിച്ചിട്ടുള്ളതാണ്. സെക്കൻഡ് ക്വസ്റ്റൻ വന്നിട്ട് എക്സ്പ്ലെയിൻ ദ മീനിങ്സ് ആൻഡ് ടൂൾസ് ഓഫ് ഇ ഗവർണൻസ് ആൻഡ് പേയ്മെന്റ്സ് ഒരു 6 തവണ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത് വരുന്നതെന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ഡിഫറെന്റ് മോഡൽസ് ഓഫ് ഇ ഗവർണൻസ് ഒരു 6 times റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഫോർത്ത് ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സാമിൻ ദ റോൾ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ICT ഇൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സർവീസ് ഡെലിവറി 6 times ചോദിച്ചിട്ടുണ്ട്. അഞ്ചാമത് വരുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 5 times ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. അടുത്ത ആറാമത്തെ ക്വസ്റ്റൻ വന്നിട്ട് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് അഗ്രികൾച്ചർ 5 times റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. സെവൻത്ത് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എക്സാമിൻ ദ ചലഞ്ചസ് ഇൻ ഇംപ്ലിമെന്റേഷൻ ഓഫ് ICT ഇൻ ഗവർണൻസ് 5 times ചോദിച്ചിട്ടുണ്ട്. എയ്ത്ത് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് വെർച്വൽ ലേണിംഗ് ഇൻ ഇ ഗവർണൻസ് ആൻഡ് ലേണിംഗ് 5 times ചോദിച്ചിട്ടുണ്ട്. നയൻത്ത് ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദ ഡിജിറ്റൽ ലൈബ്രറീസ് ആൻഡ് ബ്രിങ്ങിംഗ് ഔട്ട് ദിയർ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് 4 times ചോദിച്ചിട്ടുണ്ട്. 10th വന്നത് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ urban ഇ ഗവർണൻസ് ആൻഡ് urban മിഷൻ പ്രോജക്ട്സ് 4 times റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി ഫ്രീക്വൻസി ബൈസ് ക്വസ്റ്റൻ ടേബിൾ നോക്കുമ്പോൾ ക്വസ്റ്റൻ ടെക്സ്റ്റ് എങ്ങനെയാണ് വരുന്നത്, ബ്ലോക്ക് വൈസ് ആൻഡ് അപ്പിയറൻസ്, ആവറേജ് മാർക്ക് എത്രയാണ്, ഈ ഒരു ടൈപ്പിലാണ് നമ്മൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുന്നത്.
കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇ ഗവേണൻസ് എന്ന ബ്ലോക്ക് 2 യൂണിറ്റ് 2 വരുന്ന ഒരു ടോപ്പിക്കാണ്. 7 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 15 ആണ്. മീനിങ് ആൻഡ് ടൂൾസ് ഓഫ് ഇ ഗവേണൻസ് ആൻഡ് ഇ പേയ്മെന്റ്സ് ബ്ലോക്ക് 9 യൂണിറ്റ് 9 വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതിന്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ 6 തവണയാണ്. 10 മാർക്സിനാണ് ഇതുവരെ ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിഫറെന്റ് മോഡൽസ് ഓഫ് ഇ ഗവേണൻസ് ബ്ലോക്ക് 2 യൂണിറ്റ് 2 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് മാർക്ക് 10 ആണ്. അഡ്മിനിസ്ട്രേഷൻ ICT അഡ്മിനിസ്ട്രേഷൻ സർവീസ് ഡെലിവറി നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 4 യൂണിറ്റ് 4 6 തവണ ചോദിച്ചിട്ടുണ്ട്. 10 മാർക്സ് ആണ് ആവറേജ് ചോദിച്ചിട്ടുള്ളത്. ഫീച്ചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് RTI ആക്ട് നോക്കുന്ന സമയത്ത് 2005 വന്നിട്ടുള്ളതാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 3 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 10 ആണ്. ICT ആപ്ലിക്കേഷൻ ഇൻ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് അഗ്രികൾച്ചർ ബ്ലോക്ക് 6 വരുന്നതാണ്. യൂണിറ്റ് 6 വരുന്ന ടോപ്പിക്കാണ്. 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് 10 ആണ്. ചലഞ്ചസ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ICT ഇൻ ഇ ഗവേണൻസ് അതായത് ബ്ലോക്ക് 12 ആണ്. യൂണിറ്റ് 12 നിന്നാണ് വന്നിട്ടുള്ളത്. 5 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 10 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കോൺസെപ്റ്റ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഇ ലേണിംഗ് ആൻഡ് വെർച്വൽ ലേണിംഗ് ചോദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് 8 യൂണിറ്റ് 8 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 8 മാർക്സിനാണ് വന്നിട്ടുള്ളത്. ഡിജിറ്റൽ ലൈബ്രറീസ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ബ്ലോക്ക് 8 യൂണിറ്റ് 8 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 8 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അർബൻ ഇ ഗവേണൻസ് ആൻഡ് അർബൻ മിഷൻ പ്രോജക്ട് ബ്ലോക്ക് 7 യൂണിറ്റ് 7 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 8 മാർക്സിനാണ് വന്നിട്ടുള്ളത്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. സോ സ്ട്രാറ്റജിക് അഡ്വാൻസ് പാനൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻസ് വരുന്നുണ്ട്. അതിനകത്ത് പ്രാക്ടീസ് നമ്മൾ ഈ പറയുന്ന പോലെ 5 ആൻസർ എങ്ങനെ എഴുതണം എന്നുള്ളത്, ഒരു 5 മിനിറ്റ്സിൽ ആൻസർ എങ്ങനെ ഔട്ട്ലൈൻ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള നോളജ് പ്രൊവൈഡ് ചെയ്യുക. ഒരു 12 to 15 മിനിറ്റ്സ് കൂടുതൽ എക്സാമിന്റെ സ്പീഡും ഡെപ്തും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ ഓരോ ക്വസ്റ്റൻസിനും 2 വേർഷൻസ് ഉണ്ട്. ചിലപ്പോൾ കോംപ്രിഹെൻഷൻസ് ആയിട്ടുള്ള ഒരു വേർഷൻ ആയിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ കൺസൈസ് ആയിട്ടുള്ള ഒരു ഷോർട്ട് നോട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാനായിട്ടുള്ളത്. ഈ അറ്റംപ്റ്റിൽ നമ്മൾ എഴുതി മോഡൽ പേപ്പേഴ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ തവണ നിങ്ങൾ ആൻസർ കമ്പയർ ചെയ്യുക. ഇഗ്നോ മോഡൽ സാമ്പിൾ പേപ്പേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുക. കീ ആയിട്ടുള്ള പോയിന്റ്സ് അതിനകത്ത് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആൻസേഴ്സ് കുറച്ചുകൂടെ എഫക്റ്റ് ആയിട്ട് എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇനി വിഷ്വലൈസേഷൻ പൈ ചാർട്ടാണ്. യൂണീക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണ് എങ്കിൽ 42% ചോദിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഈ പറയുന്ന പോലെ 52% വരുന്നതെന്ന് പറയുന്നത് ടോപ്പ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ടോപ്പിക്സുകളാണ്. അതായത് ഡിസംബർ 2021 മുതൽ ഡിസംബർ 2024 അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നമ്മൾ നോക്കുന്ന സമയത്ത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ജൂൺ 2025 ടേം ആൻഡ് എക്സാമിനേഷന് വരുന്ന ടോപ്പിക്സുകളാണ്. BPAG 173 ഇ ഗവേണൻസിന്റെ പേപ്പറിന്റെ പ്രോബിലിറ്റി നമ്പേഴ്സ് നമ്മൾ നോക്കുന്നുണ്ട്. അതായത് എത്ര പെർസെന്റേജ് വരുന്നുണ്ട്, ഹൈ മീഡിയം ലോ പ്രോബിലിറ്റി ആണ് നമ്മൾ നോക്കുന്നത്. അതിനകത്ത് പ്രോബിലിറ്റി അനാലിസിസ് നമ്മൾ നോക്കുമ്പോൾ ഹൈ റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഒന്ന് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് ബ്ലോക്ക് 2 യൂണിറ്റ് 2 വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കോൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇ ഗവേണൻസ്. അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് 90% പ്രോബിലിറ്റി ആണ്. ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരെണ്ണമാണ്. അടുത്തെന്ന് പറയുന്നത് ഇ ഗവേണൻസ് ആൻഡ് ഇ പേയ്മെന്റ്സ് ബ്ലോക്ക് 9 യൂണിറ്റ് 9 വന്നിട്ടുള്ള 80% ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണിത്. അതേപോലെ തന്നെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 വന്ന മോഡൽസ് ഓഫ് ഇ ഗവേണൻസ് 80% ഓഫ് പ്രോബിലിറ്റി ഉള്ള ഹൈ റെക്കറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തത് ബ്ലോക്ക് 4 യൂണിറ്റ് 4 വന്നിട്ടുള്ള ICT അഡ്മിനിസ്ട്രേഷൻ സർവീസ് ഡെലിവറി 80% ചാൻസ് ഉണ്ട്, ഹൈ പ്രോബിലിറ്റി ടോപ്പിക്കാണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 3 വന്നിട്ടുള്ള RTA ആക്ട് 2005 ലീഗൽ പോളിസി ആൻഡ് ഫ്രെയിംവർക്ക് 70% പ്രോബിലിറ്റി ഉള്ള ഹൈ ടോപ്പിക്കാണ്. ബ്ലോക്ക് 6 യൂണിറ്റ് 6 വന്നിട്ടുള്ള ICT ഇൻ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് അഗ്രികൾച്ചർ 70% ചാൻസ് ഉണ്ട്, ഹൈ റെക്കറിംഗ് ടോപ്പിക്കാണ്. ബ്ലോക്ക് 12 യൂണിറ്റ് 12 വന്നിട്ടുള്ള ചലഞ്ചസ് ഇൻ ICT ഇംപ്ലിമെന്റേഷൻ 60% ചാൻസ് ഉള്ള മീഡിയം റെക്കറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബ്ലോക്ക് 8 യൂണിറ്റ് 8 വന്നിട്ടുള്ള ഇ ലേണിംഗ്, വെർച്വൽ ലേണിംഗ് ആൻഡ് ഡിജിറ്റൽ ലൈബ്രറി 60% ചാൻസ് ഉള്ള മീഡിയം റെക്കറിംഗ് ടോപ്പിക്കാണ്. ബ്ലോക്ക് 7 യൂണിറ്റ് 7 അർബൻ ആൻഡ് ഇ ഗവേണൻസ് മിഷൻ ആൻഡ് പ്രോജക്ട് 50% ചാൻസ് ഉള്ള മീഡിയം റെക്കറിംഗ് ടോപ്പിക്കാണ്. ഇനി ബ്ലോക്ക് 10 യൂണിറ്റ് 10 വന്നിട്ടുള്ള ICT ഇൻ ഹെൽത്ത് കെയർ 40% ചാൻസ് ഉള്ള മീഡിയം റെക്കറിംഗ് ടോപ്പിക്കാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ആപ്ലിക്കേഷൻ ഓഫ് ICT ഇൻഫർമേഷൻ സിസ്റ്റംസ് 40% ചാൻസ് ഉള്ള മീഡിയം റെക്കറിംഗ് ടോപ്പിക്കാണ്. ബ്ലോക്ക് 11 യൂണിറ്റ് 11
ICT ഫോർ ദ ഡിസാസ്റ്റർ മാനേജ്മെന്റ് 30% ചാൻസ് ഉള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ബ്ലോക്ക് 5 യൂണിറ്റ് 5 അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ ആൻഡ് ICT ബേസ്ഡ് റിഫോംസ് 30% ചാൻസ് ഉള്ള ലോ പ്രോബിലിറ്റി ടോപ്പിക് ആണ്. ഇനി ജസ്റ്റിഫിക്കേഷൻ ഫുട് നോട്ട്സ് നോക്കുകയാണെങ്കിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് 9 to 10 പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള എസ് എ ഓപ്പണിംഗ് ക്വസ്റ്റൻസ് ആണ് വരുന്നത്. ഇ കോമണൻസിന്റെയും ഇ പേയ്മെന്റ്സിന്റെയും ക്വസ്റ്റൻസ് ഒരു 10 ഒരു 8 തവണയോളം അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദിക്കുന്നുണ്ട്, എസ് എ ടൈപ്പും ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇ ഗവേണൻസിന്റെ മോഡൽസ് ചോദിക്കുന്നുണ്ട്. ഒരു 10 അതിനകത്ത് ഒരു 8 തവണയെങ്കിലും ഇതിന്റെ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട്. അതിപ്പോൾ ഒരു കോൺസെപ്റ്റുവൽ ഡെപ്ത് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇതിനകത്ത് വേണ്ടത്. അഡ്മിനിസ്ട്രേഷൻ സർവീസ് ഡെലിവറി ക്വസ്റ്റൻസ് ICTയുടെ ക്വസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 10 ഒരു 8 തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ICT ആൻഡ് റീഗൽ ഡിലേഡ് ടോപ്പിക്സുകൾ നോക്കുമ്പോൾ ഹൈ റെലവൻസ് ആൻഡ് പോളിസി റെലവൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ICT ആൻഡ് റൂറൽ അഗ്രികൾച്ചർ ചാലഞ്ചസ് നോക്കുമ്പോൾ റൂറൽ ഗവൺമെന്റ് റെക്കറിംഗ് ആയിട്ടുള്ള തീമുകളാണ് ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഇംപ്ലിമെന്റേഷൻ ആൻഡ് ചലഞ്ചസ് നോക്കുന്ന സമയത്ത് ഒരു 10 ഒരു 6 തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസ്കസീവ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇ ലേണിംഗ് ആൻഡ് ഡിജിറ്റൽ ലൈബ്രറീസ് എടുക്കുന്ന സമയത്ത് 10 ഒരു 6 തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ എക്സ്പാൻസ് എന്താണ് എന്നുള്ളത്. അർബൻ ഇ ഗവേണൻസ് ആൻഡ് മിഷൻ പ്രോജക്ട്സ് നോക്കുകയാണെങ്കിൽ 10 ഒരു 5 തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് വരുന്നത്. ഹെൽത്ത് കെയർ ടോപ്പിക്സുകൾ വരുന്നുണ്ട്. 10 ഒരു 4 തവണയെങ്കിലും വരുന്നുണ്ട്. അപ്പോൾ ആൻഡ് റീസെന്റ് പേപ്പേഴ്സിന്റെ വെയിറ്റേജ് ഇൻക്രീസ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ICT ആപ്ലിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റംസ് എടുക്കുമ്പോൾ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും ലോങ് ആൻഡ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ചോദിക്കുന്നുണ്ട്. 10 ഒരു 4 തവണയെങ്കിലും ക്വസ്റ്റൻസ് റിപ്പീറ്റഡ് ആവുന്നുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് GISന്റെ ഏർലി വാർണിംഗ് സിസ്റ്റംസ് നോക്കുകയാണെങ്കിൽ 10 ഒരു 3 തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷൻ കൾച്ചർ ആൻഡ് റിഫോംസ് നോക്കുകയാണെങ്കിൽ 10 ഒരു 3 തവണ വന്നിട്ടുണ്ട്. സ്റ്റിൽ ലോ ആണെങ്കിലും സ്റ്റിൽ റെക്കറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഇനി പ്രയോറിറ്റി ലിസ്റ്റ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് നോക്കുന്ന സമയത്ത് ടോപ്പിക്, അതായത് ഈ ഗവേണൻസിന്റെ കോൺസെപ്റ്റ്സുകൾ, മോഡൽസുകൾ, RTA ആക്ട്, റൈറ്റ് ടു ICTയുടെ ഇൻഫർമേഷൻ സിസ്റ്റംസ്, അഡ്മിനിസ്ട്രേഷൻ, റൂറൽ ഡെവലപ്മെന്റ്, ഇ കൊമേഴ്സ്, ഈ ടോപ്പിക്സുകളൊക്കെ ഹൈ പ്രോബിലിറ്റി ടയറിൽ വരുന്നതാണ്. സോ ഈ സ്ട്രാറ്റജീസ് നമ്മൾ നോക്കുമ്പോൾ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് വരുന്നത്. പ്രാക്ടീസ് ചെയ്യണം, ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യണം, കീ വേർഡ്സുകൾ, കോൺസെപ്റ്റ്സുകൾ അണ്ടർലൈൻ ചെയ്യണം, കീ ലെജിസ്ലേഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്തുനിന്ന് ചെയ്യാനായിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്സ് ആയിട്ട് ഒരേപോലെയുള്ള ആൾക്കാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കീ പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്യുക. അതൊക്കെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് പോയിന്റ്സുകൾ റിമെമ്പർ ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ടയർ 2 വരുന്നതാണ് മീഡിയം പ്രോബിലിറ്റി വരുന്നത്. ഒരു 40 to 69% വരുന്ന ടോപ്പിക്സുകൾ, അതായത് ഇംപ്ലിമെന്റേഷൻ ചലഞ്ചസ്, ഇ ലേണിംഗ്, അർബൻ ഇ ഗവേണൻസ്, ഹെൽത്ത് കെയർ, ICTയുടെ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എസ് എ ടൈപ്പും പ്രാക്ടീസ് ചെയ്യണം, ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യണം. ചിലപ്പോൾ ഈ ടോപ്പിക്സുകൾ എസ് എ ടൈപ്സിലും വരാം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എഴുതാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ ഇന്റർ കണക്ഷൻസ്, ഹെൽത്ത്, അർബൻ, ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ് ആയിട്ടുള്ള ഇന്റർ കണക്ഷൻസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഒരു 250 വേർഡ്സിൽ സമറൈസ് ചെയ്യാനായിട്ട്, പ്രിസൈസ് ആയിട്ട് സമ്മറി ചെയ്യാനായിട്ടും കൺസൈസ് ആയിട്ട് എഴുതാനായിട്ട് നമ്മൾ ഈ പറയുന്ന മീഡിയം ടോപ്പിക്സുകളിൽ പഠിച്ചിരിക്കണം. ഇനി ടയർ 3 വരുന്നതാണ് ലോ പ്രോബിലിറ്റി ടോപ്പിക്സ്. ഒരു 40% താഴെ വരുന്ന ടോപ്പിക്സുകളാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ ആൻഡ് റിഫോംസ്. ഇത് എടുക്കുകയാണെങ്കിൽ സമ്മറി നോട്ട്സുകൾ, പ്രാക്ടീസ് ഔട്ട്ലൈൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എഴുതാനായിട്ട് പഠിക്കണം. അതിന്റെ റിവിഷൻ എങ്ങനെയാണെന്നുള്ളത് ഫോക്കസ് ചെയ്യണം. അതേപോലെ തന്നെ ടയർ 1, ടയർ 2 ആ ഒരു രീതിയിലുള്ള റിവിഷൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിരിക്കണം. ഇനി വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. അതിനകത്ത് ലോ, ഹൈ പ്രോബിലിറ്റി, ലോ, മീഡിയം പ്രോബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡാർക്ക് കളറിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ പ്രോബിലിറ്റി ടോപ്പിക്സുകളാണ്. അതേപോലെ തന്നെ ആംബർ കളറിൽ ഡിറ്റർമിൻ ചെയ്യുന്ന മീഡിയം പ്രോബിലിറ്റിയാണ്. ഗ്രേ കളറിലകത്ത് ലോ പ്രോബിലിറ്റി ടോപ്പിക്സുകളാണ് ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. സോ ഇതിന്റെ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലെ ഒരു സെക്ഷനിലോട്ട് നമ്മൾ മൂവ് ചെയ്യാണ്. അതായത് ബാച്ചലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഇ ഗവേണൻസ്, പേപ്പർ BPAG 173, term and examination 2025. Time allocated 3 hours, maximum marks 100 marks. And answer any 5 following questions in about 400 words each, selecting at least 2 questions from each section. On all question carries equal mark. Section A, question number 120 marks. Critically evaluate the impact of Digital India initiatives on the efficiency of public service delivery with reference to the recent data on service outcome. Use at least 2 real or hypothetical data sets in your analysis. Block 4, ICT in administration and service delivery. Second question number 2 and 20 marks. Discuss the evolution and significance of e-governance models in India, comparing with the transactional transformational models. Provide a comparative table with at least 4 criteria. Block 2, models of e-governance. Question number 3, 20 marks. Examine how the Right to Information Act of 2005 and the Digital Personal Data Protection Act of 2023 together shape the legal framework for e-governance. Provide a table listing the 3 similarities and the 3 key differences. Block 3, legal and policy framework. Question number 4 for 20 marks. Access the role of ICT in empowering women in rural India.
Present a case study, real or constructed, with data or digital literacy rate, access to ICT tools and the measurement social impact. Block 6, ICT in rural development. Question number 5 for 20 marks. Analyze the challenges of implementing e-governance project in urban areas, focusing the infrastructure, social and policy factors. Propose a set for the data-driven solution for each. Block 7, unit urban e-governance and mission projects. Section B, question number 6 for 20 marks. Describe the key features and benefits of e-governance and e-payments in the context of government to citizen transaction. Construct a follow diagram for the online payment portal and discuss the 3 security challenges. Block 9, e-commerce and e-payments. Question number 7, 20 marks. Evaluate the effectiveness of virtual learning environments in higher education during the COVID-19 pandemic. Use the hypothetical or published data to compare the student outcomes before and after the digital adoption. Block 8, e-learning and virtual learning. Question number 8 for 20 marks. Administrative culture can either enable or hinder e-governance reforms. Analyze the statement using the examples to illustrate the influence of organizational culture on ICT adoption. Block 5, administrative culture and reforms. Question number 9 for 20 marks. A municipal corporation is launching an e-health portal to manage vaccination drives. Draft a case-based scenario with tables for the key performance indicators like user registers, daily active users, and feedback score. How should these authorities use these data to improve outcomes? Block 10, ICT in healthcare. Question number 10, 20 marks. Use a hypothetical disaster management scenario such as flood or earthquakes. Explain the application of the ICT in disaster management, particularly in early warning, coordination, and relief. Include a flowchart for the ICT-enabled response stages. Block 11, ICT for the disaster management. Question number 11 for 20 marks. Critically discuss the major challenges in the implementation of ICT in governance such as interoperability, digital divide, and cyber security. Present a SWOT analysis, strength, weakness, and opportunities threats for the national e-governance project. Block 12, challenges in ICT implementation. Question number 12 for 20 marks. With the help of a structured table, compare the 2 major e-governance portals, Umang and DigiLocker, in terms of accessibility, user interference, security, adoption rates. Suggest the improvements for the inclusive digital access. Block 1, application of the ICT and information systems. So, this is our predictive paper. Maximum this predictive paper practice ചെയ്തിട്ട് ലേൺവൈസിന്റെ മെന്റർ ടീംസിന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇഗ്നു ഫോക്കസിന്റെ 4.0 എന്ന് പറഞ്ഞ സെക്ഷൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് വിചാരിക്കുന്നു. മാക്സിമം നല്ല എഫേർട്ട് കൊടുത്തിട്ട് എക്സാം പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു. ബൈ.